ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം ഇടപെടാനുണ്ട് മോഡറേറ്ററിന്റെ റൂൾ നമ്പർ 1 എന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ റൂൾ 1 പറയുന്നത് തക്കതായ തെളിവുകളില്ലാതെ ആർഗ്യുമെന്റ്സ് വെക്കാൻ പാടില്ലെന്നാണ്. ഇപ്പോൾ സെബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞതില് ഈ കഴുത്തിൽ കത്തി ഭീഷണിയുടെ പുറത്താണ് അല്ലാഹു എന്നുള്ള ഉപയോഗം വന്നു എന്നുള്ളതിന് ചരിത്രപരമായ തെളിവുകളൊന്നും വെച്ചിട്ടില്ല. ചിലപ്പോൾ തെളിവെച്ചല്ലോ പാസ്റ്റർ കേൾക്കാഞ്ഞാണോ? സുനാൻ അന്നസായി 3978 ബുക്ക് നമ്പർ 37 ഹദീസ് നമ്പർ 13. ഇതേ കാര്യം ഹദീസ് ചരിത്ര തെളിവല്ല, ഇസ്ലാമിക ചരിത്രമാണ്. ഇസ്ലാമിക ചരിത്രമാണ്. മുസ്ലിങ്ങൾ ചെയ്ത ചരിത്രം പിന്നെ ക്രിസ്ത്യാനികൾ എഴുതി നോക്കണമെന്നാണോ പാസ്റ്റർ പറയുന്നത്? തീർച്ചയായിട്ടും സെക്യുലർ ഹിസ്റ്റോറിയൻസ് ഇസ്ലാമിക ചരിത്രം മുസ്ലിങ്ങളല്ല പിന്നെ ആര്? ക്രൈസ്തവ ചരിത്രം എഴുതിയേക്കുന്ന ആരാ പാസ്റ്റർ? നമ്മൾ ഇങ്ങനെ ഡിബേറ്റ് വരുമ്പോൾ നമ്മൾ ഇല്ലല്ല എന്ന് പറയാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് ഖുറാനത്ത് എഴുതി വെച്ച കണ്ടാ പാസ്റ്റിന് പറ്റില്ലേ? അന്ന് അത് മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് പാസ്റ്റർ പറയുന്നത്. ഒരു ചരിത്ര തെളിവല്ല, ഖുറാൻ ഒരു ചരിത്ര തെളിവല്ല. പക്ഷെ മുസ്ലിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിരുന്നോ? മുസ്ലിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിരുന്നോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ ഒരിക്കലും മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഖുറാനും ഹദീസും. അല്ലാതെ അതിന് ബൈബിളിനകത്തും തെളിവ് വരാൻ പറ്റത്തില്ല. അല്ലാതെ അതിനകത്തുനിന്ന് ഹിസ്റ്ററി എന്നുള്ള തെളിവ് വരുന്നത് മുസ്ലിങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളതിന് മുസ്ലിങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥത്തിൽ നിന്നാണ് തെളിവ് വരേണ്ടത്. പ്രൈമറി എവിഡൻസ് ഖുറാനും ഹദീസും ഇസ്ലാമികമായി സംബന്ധിച്ചിടത്തോളം പ്രൈമറി എവിഡൻസ് ആണ്. ബൈബിളില് അല്ലെ യേശുക്രിസ്തുവിന്റെ കാര്യം പറയുമ്പോൾ പാസ്റ്റിന് പ്രൈമറി എവിഡൻസ് ഏതാ പാസ്റ്റർ? ബൈബിൾ അല്ലേ? ഞാൻ ഹിസ്റ്റോറിക്കലായിട്ട് സംസാരിച്ചാൽ ഞാൻ സെക്യുലർ ടെക്സ്റ്റിലേക്ക് പോകത്തുള്ളൂ. അല്ല, ഹിസ്റ്റോറിക്കലായിട്ട് സംസാരിക്കുമ്പോ പാസ്റ്റർ പറയൂ പ്രൈമറി എവിഡൻസ് ഏതാണ് യേശുക്രിസ്തുവിന്റെ കാര്യത്തിന്? ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ലൂക്കോസിന്റെ സുവിശേഷം ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആയിട്ട് പാസ്റ്റർ കാണുന്നുണ്ടോ? എങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണങ്ങൾ ഹിസ്റ്റോറിക്കലായിട്ട് പാസ്റ്റർ കാണുന്നുണ്ടോ? അതിൽ ചരിത്രം കാണും, പക്ഷെ നമ്മൾ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് അത് നമ്മൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. പക്ഷേ ഹിസ്റ്റോറിക്കൽ ആണോ എന്ന് ചോദിച്ചത്. ഒരു ബൈബിൾ വിശ്വസിക്കാത്ത ഒരാൾക്ക് ബൈബിൾ തെളിവായിട്ട് നമ്മൾ കൊടുക്കില്ല. ഇതുപോലെ ബൈബിൾ വിശ്വസിക്കാത്ത ആൾക്ക് ബൈബിൾ മുസ്ലിങ്ങളുടെ ഹിസ്റ്ററി, മുസ്ലിങ്ങളുടെ ചരിത്രം അവരുടെ ഖുറാനകത്ത് എഴുതിയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതാത്തവരെ ഇസ്ലാം മതം സ്വീകരിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് അവരുടെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഖുറാൻ തെളിവായിട്ട് സ്വീകരിക്കാത്തവർ അള്ളാഹു ഡിബേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഘട്ടമാണ് പാസ്റ്ററെ. ബൈബിൾ തെളിവായിട്ട് സ്വീകരിക്കാതെ ദൈവത്തെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ പോലെയാ. പിന്നെ ഖുറാനിലെ ആ വാക്യത്തിന് തെളിവായിട്ട് വേറെന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമുക്ക് അല്ല, സെക്യുലർ ഹിസ്റ്ററിയിൽ മുഹമ്മദിനെ കുറിച്ച് എവിടെ പറയുന്നത്? തെളിവൊന്നുമില്ല. മുഹമ്മദിനെ കുറിച്ച് ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസും ഇല്ല. പിന്നെ എങ്ങനെ സെക്യുലർ ഹിസ്റ്റോറിയൻ? മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഹിസ്റ്റോറിയൻ മുഹമ്മദിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ? നമ്മളല്ല ചർച്ച. പിന്നെ ഞാൻ പറഞ്ഞത് അപ്പൊ പിന്നെ മോഡറേറ്ററിന്റെ ഇടപെടൽ നിലവാരമൊക്കെ വേണം. അല്ലാതെ ഖുറാനകത്തെ ഹദീസിനകത്തെ കാര്യം മുസ്ലിങ്ങളുടെ പഠിപ്പിക്കലിന്റെ തെളിവായിട്ട് ഖുറാനും ഹദീസും അല്ലാതെ സുവിശേഷത്തിൽ നിന്ന് പറഞ്ഞാൽ നടക്കില്ല പാസ്റ്ററെ. ഖുറാനും ഹദീസുകളുമാണ് ഇസ്ലാമിന്റെ പ്രാമാണികത. ഇനി ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് വേണമെങ്കിൽ പാസ്റ്റർ തെളിവ് ചോദിക്കാൻ ഞാൻ തെളിവ് വരാം. സീറത്ത് റസൂൽ ഉള്ള അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് തെളിവ് വേണോ? ഹിസ്റ്റോറിക്കൽ എവിഡൻസ് അല്ല, അത് റിലീജിയസ് എവിഡൻസ് ആണ്. സീറത്തുൽ റസൂൽ അല്ല എന്ന് പറയുന്നത് ഖുറാനും ഹദീസും അല്ല, മുഹമ്മദിന്റെ ജീവചരിത്രമാണ്. ഇബ്നു ഇഷാഖ് എന്ന് പറയുന്ന ഇസ്ലാമിക ഹിസ്റ്റോറിയൻ എഴുതിയ മുഹമ്മദിന്റെ ജീവചരിത്രമാണ് സീറത്തുൽ റസൂലുള്ള. ലോകത്തെ ഏറ്റവും പ്രാമാണികമായിട്ട് താങ്കളൊരു യൂണിവേഴ്സിറ്റിയിൽ ചരിത്രത്തിന്റെ ലെക്ചർ അവതരിപ്പിച്ചാൽ ബൈബിളോ താങ്കൾ ഖുറാനോ അവിടെ ചരിത്ര തെളിവായിട്ട് ആരും അംഗീകരിക്കും എന്ന് പാസ്റ്റർ ഇവിടെ പറഞ്ഞ ഈ ഇസ്ലാമിക് ഇൻസ്ക്രിപ്ഷനെ കുറിച്ചുള്ള അറബിക് ഇൻസ്ക്രിപ്ഷനെ കുറിച്ചുള്ള എവറി സിംഗിൾ പേപ്പറിലും ഖുറാൻ കൊട്ടേഷൻസ് ഞാൻ കാണിച്ചു തരാമല്ലോ. എല്ലാ പേപ്പറും റഹ്മാൻ റഹീം പറഞ്ഞോണ്ടാ അപ്പഴാ പാസ്റ്റർ ഇത് പറയുന്നത്. അതെവിടെ നിന്നുണ്ടായോ പാസ്റ്ററെ? അത് പ്രൈമറി എവിഡൻസ് അല്ല, സപ്പോർട്ടീവ് എവിഡൻസ് ആയിട്ട് വേണം പറയാം. പക്ഷെ പ്രൈമറി എവിഡൻസ് ഇസ്ലാമിക ചരിത്രത്തിന്റെ പ്രൈമറി എവിഡൻസ് എന്താണ്? ഇസ്ലാമിക ചരിത്രത്തിന്റെ പ്രൈമറി എവിഡൻസ് മുഹമ്മദിന് 200-500 വർഷത്തിന് ശേഷം ജീവിച്ചിരുന്ന ഏതെങ്കിലും ഹിസ്റ്റോറിയൻ പറയുന്നതല്ല, ഖുറാനകത്ത് പറയുന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിന്റെ പ്രൈമറി എവിഡൻസ്. അത് പ്രൈമറി എവിഡൻസ് അംഗീകരിക്കാൻ പറ്റില്ല മോഡറേറ്റർ പറയുന്നതിന്റെ കാര്യം. അല്ലെങ്കിൽ പാസ്റ്റർ ഒന്ന് ചൂണ്ടിക്കാട്ടുക മുഹമ്മദിന്റെ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഏതാണ്? അല്ല പാസ്റ്റർ, ഒരു മുഹമ്മദിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് എന്ന് പറയും. അറിയാത്ത കാര്യത്തെ കുറിച്ച് ഇടപെടല്ലേ? അല്ലല്ല, പ്രൈമറി എവിഡൻസ്. വാട്ട് ഡു യു മീൻ ബൈ പ്രൈമറി എവിഡൻസ്? പ്രൈമറി എവിഡൻസ് പറഞ്ഞാൽ നമ്മൾ ഒരു സെക്യുലർ ഡിസ്കഷനും പ്രൈമറി എവിഡൻസ് ആർക്കിയോളജിക്കൽ എവിഡൻസ് അതിനെ ബേസ് ചെയ്തുള്ള ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ ഏതെങ്കിലും ഒരു ഡയലോഗ്
പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ എവിഡൻസിനെ ബേസ് ചെയ്തുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പഠന റിസർച്ചിൽ നിന്നുണ്ടാകുന്ന ബുക്കുകളാണ്. അങ്ങനെയുള്ളത് വേണം, അങ്ങനെയുള്ള റിസർച്ച് പബ്ലിക്കേഷൻ. അതായത് യേശു ക്രിസ്തുവിന്റെ എന്തെങ്കിലും ഒരു ടീച്ചിങ്ങിന് പ്രൈമറി എവിഡൻസ് പാസ്റ്റർ ഡെഫിനിഷൻ പ്രകാരം ഉണ്ടോ? എന്തോ യേശു ക്രിസ്തുവിന്റെ പാസ്റ്റർ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന്റെ ഏതെങ്കിലും ഒരു ടീച്ചിങ് പാസ്റ്ററിനെ സംബന്ധിച്ച് പ്രൈമറി എവിഡൻസ് ഉണ്ടോ? ടീച്ചേഴ്സ് ഞാൻ ബൈബിൾ വിശ്വസിക്കുകയാണ്. പാസ്റ്റർ പ്രൈമറി എവിഡൻസ് ഉണ്ടോന്ന് ചോദിച്ചത്. പാസ്റ്റർ പ്രൈമറി എവിഡൻസ് ഉണ്ടോന്ന് ചോദിച്ചത്. പറയുന്ന പ്രകാരമുള്ള പ്രൈമറി എവിഡൻസ് ഉണ്ടോ? ദൃക്സാക്ഷിയായ യോഹന്നാൻ എഴുതി വെച്ചത് പാസ്റ്ററിന് പ്രൈമറി എവിഡൻസ് അല്ല. യേശുക്രിസ്തു ജനിച്ച 1000 വർഷത്തിന് പ്രൈമറി എവിഡൻസ്. വിശ്വാസ പ്രമാണങ്ങൾ പ്രൈമറി ആവശ്യമില്ല. പക്ഷെ നമ്മൾ സെക്യുലർ പാസ്റ്ററിനോട് വിശ്വാസ പ്രമാണമൊന്നുമല്ല. യേശുക്രിസ്തു ജീവിച്ചിരുന്നതായും യേശുക്രിസ്തു പ്രസംഗിച്ച കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രൈമറി എവിഡൻസ് പാസ്റ്റർ ഉണ്ടോ? അപ്പൊ ഒരു പ്രൈമറി എവിഡൻസ് കാണാതെ വിശ്വസിക്കുകയാണ്. കർത്താവ് അല്ല, പാസ്റ്റർ തെളിവില്ലാത്ത കാര്യമാണ് വിശ്വസിക്കുന്നതാണ് പാസ്റ്റർ തുറന്നു സമ്മതിക്കുന്നത്. ഒരു തെളിവില്ലാത്ത കാര്യമാണ് പാസ്റ്റർ വിശ്വസിക്കുന്നത്. ഞാൻ കാണാതെ വിശ്വസിക്കുന്നത്. കാണാതെ കണ്ടോന്നല്ല, പാസ്റ്ററിന് ജീവനോട് ഇല്ലല്ലോ. അതല്ല, പാസ്റ്റർ തെളിവില്ലാത്ത പാസ്റ്റർ വിശ്വസിക്കുന്നത് തെളിവില്ലാത്ത കാര്യമാണല്ലോ. ഒരു പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദിന്റെ ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ട മുഹമ്മദിന്റെ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട പ്രൈമറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ ഈ പറയുന്ന ഖുറാനാണ്. അത് മുഹമ്മദ് ഓർഡർ ചെയ്താണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്താണെങ്കിലും ഖുറാനും ഹദീസും ആണ് അതിന്റെ പ്രൈമറി സോഴ്സ്. പാസ്റ്റർ വിശ്വസിക്കണം ഞങ്ങളാരും പറഞ്ഞില്ല. ഇത് ലോകത്തിന്റെ മുന്നിലുള്ള പ്രൈമറി സോഴ്സ്. അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ ക്ലിയർ ആണ്. ക്രിസ്ത്യൻ പ്രേയറിൽ ഫോഴ്സ്ഫുള്ളി അല്ല എന്ന് ചേർത്ത് വിളിച്ചതിന് ഇസ്ലാമിക് എവിഡൻസ് ആയാലും കൊടുക്കുക. നൂറുകണക്കിന് ഹദീസുകള് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് മുഹമ്മദ് തന്റെ ആളുകളെ അയക്കുമ്പോൾ പറഞ്ഞതായിട്ട് സുനാൻ അന്നസായിൽ ബുക്ക് നമ്പർ 37 ഹദീസ് നമ്പർ 13. ഇനി ഖുറാനിൽ പ്രൈമറി സോഴ്സ് ആയ ഖുറാനകത്ത് സൂറ നമ്പർ 9 ചോദിച്ചതിന് പറയാം. പ്രൈമറി സോഴ്സ് ആയ ഇസ്ലാമിക സോഴ്സുകൾ മുഹമ്മദിന്റെ പഠിപ്പിക്കലുകളുടെ പ്രൈമറി എന്നല്ല ഒരേ ഒരു സോഴ്സ് ആയ ഖുറാനകത്ത് കൃത്യമായിട്ട് സൂറ നമ്പർ 9 പറയുന്നത് എന്താണ്? 9:29 പറയുന്നത് എന്താ? വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ, അതായത് ക്രൈസ്തവരുടെ യഹൂദന്മാരുടെ കൂട്ടത്തിൽ ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കുകയും അള്ളാഹുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ഓക്കെ, ഇതാണ് പ്രൈമറി സോഴ്സ്. അല്ലാതെ മുഹമ്മദ് മരിച്ചതിന് ശേഷം 1000 വർഷത്തിന് ശേഷം ഏതെങ്കിലും ഇരുന്ന് കോയയോ അല്ലാത്ത ആളോ എന്ന് പറയുന്നതല്ല പ്രൈമറി സോഴ്സ്. ഇസ്ലാമിക പ്രവാചകൻ മുഹമ്മദ് പഠിപ്പിച്ച കാര്യം പറയാൻ പിന്നെ ഖുർആൻ അല്ലാതെ പിന്നെ ഞാൻ തങ്കപ്പനായുടെ പുസ്തകം എടുക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? മോഡറേറ്ററിന്റെ സംശയം തീർന്നോ? ഡിബേറ്ററുടെ സംശയം മോഡറേറ്റർ ആണ് ഇവിടെ ചോദിക്കുന്നത്. മോഡറേറ്റർ ഇടപെടേണ്ട. റൂൾ നമ്പർ 1 താങ്കൾ ഇസ്ലാമിക പ്രവാചകന്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഖുർആനാണ്. ഒരു സെക്കൻഡ് അജീപോളാണ്. എത്ര മിനിറ്റ്? 10 മിനിറ്റ്